ഹായ് ഓൾ, വെൽക്കം ടു സെലക്ടപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. മോട്ടിവേഷൻ അല്ല, കേൾക്കാൻ നല്ല രസമുള്ള ടേം. വാരിക്കോരി നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഉപയോഗിക്കില്ലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വാരിക്കോരി നമ്മൾ ചിലപ്പോൾ കൊടുക്കാൻ നോക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ചില സമയത്തെങ്കിലും എൻ്റെ പ്രൊഫഷനെ തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് നാട്ടുകാർക്ക് ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും മോട്ടിവേഷൻ വാരിക്കോരി കൊടുക്കുന്ന കഴിയുന്നത്. ഓക്കെ, എന്താ മോട്ടിവേഷൻ? നമ്മൾ ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കിട്ടാറുണ്ടോ? ഉണ്ടോ? നമുക്ക് മോട്ടിവേഷൻ എന്നൊരു ടേം നമ്മൾ കേൾക്കുമ്പോൾ എന്താ തോന്നുക? മേ ബി ചിലപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ആദ്യം ഓടി വരുന്നത് ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുണ്ടല്ലോ, എന്നിൽ എരിഞ്ഞു തുടങ്ങിയ തീക്കനൽ. ആ സാധനമാണ് ഒരു മോട്ടിവേഷൻ, ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ തരുന്ന ഒരു സാധനമായിട്ട്, പാട്ടായിട്ട് ഓർമ്മ വരുന്നൊരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ മോട്ടിവേഷൻ പല ടൈപ്പ് ഓഫ് മോട്ടിവേഷൻസ് ഉണ്ട്. നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ്, നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കുന്ന ഒന്നാണ് ബേസിക്കലി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്താ മോട്ടിവേഷനും നമ്മുടെ കരിയറും ഈ പരീക്ഷയും തമ്മിലുള്ള ബന്ധം? എന്തോ ഒരു മോട്ടിവേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്താണ് നിങ്ങൾ ഈ ക്ലാസ് വന്നിരുന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ഈ ഒരു മോട്ടിവേഷൻ്റെ പുറത്താണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലേ? മേ ബി നിങ്ങൾക്ക് ഇൻറ്റേർണലായ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലായ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായ ഒരു കരിയർ കിട്ടണം എന്നുള്ള ഒരു മോട്ടിവേഷൻ്റെ പുറത്ത്, അല്ലെങ്കിൽ മണി വേണം എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷൻ്റെ പുറത്തായിരിക്കും നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുന്നത്. ഡിപ്പെൻസ് ഓൺ യു. മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല രീതിയിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മോട്ടിവേഷനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഈ മോട്ടിവേഷൻ എന്ന ടേം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ ടേംസും പോലെ തന്നെ ലാറ്റിനിൽ നിന്ന് വന്ന മൊവേറെ, അതായത് ടു മൂവ് എന്നുള്ള ടേമിൽ നിന്നാണ് മീനിങ് വരുന്ന, ലാറ്റിൻ ടേമിൽ നിന്നാണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ടേം തന്നെ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടുക? ഈസ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് ഞാൻ തരുന്നതാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തരുന്നതാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർ തരുന്നതാണോ? അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ മോട്ടിവേഷൻ? ആണോ? അല്ല. മോട്ടിവേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്യൂർലി ഒരു ഇന്റേണൽ പ്രോസസ്സാണ്. പ്യൂർലി ഇന്റേണൽ എന്ന് പറയില്ലെങ്കിലും ഒരു ഇന്റേണൽ പ്രോസസ്സാണ് ബേസിക്കലി. ഈ ഇന്റേണൽ പ്രോസസ്സ് എന്തിനു നമ്മളെ സഹായിക്കുന്നു എന്നറിയുമോ? ടു ആക്ടിവേറ്റ്, ഡയറക്റ്റ് ആൻഡ് സസ്റ്റെയിൻ എ പെർട്ടിക്കുലർ ബിഹേവിയർ ടുവേർഡ്സ് എ ഗോൾ. ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് ഈ ക്ലാസ് ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ ഡയറക്റ്റ് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യിക്കാനുണ്ട്. എന്തിനാ? ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ, സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഗോൾ. ഈ ഗോളിന് വേണ്ടി നിങ്ങൾ സസ്റ്റെയിൻഡായി, ഡയറക്റ്റായി പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനത് ചെയ്യുന്നു? എന്തിനത് ചെയ്യുന്നത്? യു ഹാവ് എ സെറ്റ് ഓഫ് ഗോൾ. ഒരു പെർട്ടിക്കുലർ ഗോൾ നിങ്ങൾക്കുണ്ട്. ഈ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ നിങ്ങളുടെ ഗോൾ? ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ആ ഗോളിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രേരണയാണ് ബേസിക്കലി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ മോട്ടിവേഷനെ ഡിഫൈൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. മോട്ടിവേഷനിൽ നിങ്ങളുടെ നീഡുണ്ട്. നിങ്ങളെ ആ നീഡ് നേടിയെടുക്കാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ അതിതീവ്രമായ ഡിസയറുകളുണ്ട്. നിങ്ങളുടെ ഗോളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്രിനാലിൻ റഷ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ ഒരു ബിഹേവിയർ ഒരു സെറ്റ് ഓഫ് എനർജി തരും. ആ എനർജിയുടെ പുറത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യും. ദാറ്റ് ഈസ് സിംപ്ലി മോട്ടിവേഷൻ. ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഈ നിങ്ങളുടെ അടങ്ങാത്ത ഡിസയർ ടുവേർഡ്സ് എയിമിങ് സംതിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പ്രാപ്തരാക്കുന്നു. നിങ്ങളെ ഗോൾ നേടിയെടുക്കുന്നു. മേ ബി പഠിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 10, 12, 14 മണിക്കൂറൊക്കെ പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന, നമ്മൾക്ക് അത്രയും ശക്തമായ ഗോൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വുഡ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡെഫിനേഷൻ തന്നിരിക്കുന്നത് ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഓൾ ആക്ഷൻസ്. നിങ്ങളുടെ എല്ലാ ആക്ഷൻസിൻ്റെയും പുറകിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് മോട്ടിവേഷൻ എന്നത്. നിങ്ങൾക്ക് എന്ത് ബിഹേവിയർ ചെയ്യണമെങ്കിലും അതിനൊക്കെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് മോട്ടിവേഷൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോട്ടിവേഷനെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ടതാണ് ഈ മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം.
മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്നതൊരു ഗോൾ ഡയറക്റ്റഡ് ആയ പ്രോസസ്സാണ്. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുന്നു, കേട്ടിട്ട് പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇതാണ് നിങ്ങളുടെ ഗോൾ. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ നയിക്കുന്ന, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയ ഒരു സാധനമല്ല, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ മോട്ടിവേഷൻ ഒരേപോലെ തന്നെ ഇരിക്കുമോ? നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന ദിവസം കിട്ടിയ ഒരു മോട്ടിവേഷൻ, ഒരു എനർജി നമുക്കൊരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടാകില്ല, നെക്സ്റ്റ് ഡേയ്സിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അത്ര ഇൻറ്റൻസ് മോട്ടിവേഷൻ ആയിരിക്കില്ല ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാകുക. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ ദിവസം വളരെ മോട്ടിവേറ്റഡ് ആയി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇപ്പോൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ അത്ര മോട്ടിവേഷൻ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു ദിവസം 12 മണിക്കൂർ പഠിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ മോർണിംഗ് അവേഴ്സിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മോട്ടിവേഷൻ എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തല്ല, സ്റ്റാറ്റിക് ആയ ഒന്നല്ല, ഇറ്റ്സ് ഡൈനാമിക്, ഇറ്റ്സ് വേരിയിങ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ദിവസത്തിനകത്ത് തന്നെ ചേഞ്ച് ചെയ്യും. ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ ഓരോ ദിവസത്തിലും ഓരോ ലെവൽ ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ എക്സാമിൻ്റെ ഹോൾ ജേർണി എടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾ ജേർണിയിലും ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഈ ഇതേ മോട്ടിവേഷനെ തന്നെ നമുക്ക് വീണ്ടും പറയാം, ഇറ്റ് ക്യാൻ ബി ഇൻട്രിൻസിക്, ദാറ്റ് ഈസ് വിത്തിൻ യുവർ സെൽഫ്, ഓർ എക്സ്ട്രിൻസിക് ഔട്ട്സൈഡ് ദാറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു. ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് മോട്ടിവേഷൻ വരാം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളൊരു മോട്ടിവേഷനും വരാം. ഏറ്റവും സ്ട്രോങ്ങറായ മോട്ടിവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണും പൂട്ടി പറയാം, ഇൻട്രിൻസിക് ആയ മോട്ടിവേഷനാണ്, വിത്തിൻ യുവർ സെൽഫ്. അവിടുന്ന് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ. ലോകത്തെ ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല, അൺലെസ് നിങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കാതെ, അതിനൊരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ നിങ്ങൾക്കില്ലാതെ പുറമേ നിന്ന് എത്ര വലിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വന്ന് നിങ്ങളോട് സംസാരിച്ചാലും നത്തിങ് ഗോണ ബി ഹാപ്പൻ. സോ ദാറ്റ്സ് ദ റിയാലിറ്റി. സോ ഇൻട്രിൻസിക് ആയ ഒരു മോട്ടിവേഷനാണ് നമുക്കുണ്ട്. സോ മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രിൻസിക് ആയ ഒരു മോട്ടിവേഷൻ വേണം, അലോങ് വിത്ത് എക്സ്ട്രിൻസിക് ആയ മോട്ടിവേഷൻ തരാനാകുകയും ചെയ്യും. ഞാൻ ചിലപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാകും, മേ ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. ഇതിനിടയിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായേക്കാം. ആ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നിങ്ങളെ കൊണ്ടൊരു പക്ഷേ 1-2 മണിക്കൂർ പഠിക്കാൻ സഹായിച്ചേക്കാം. പക്ഷേ ഒരു പക്ഷേ ഈ പ്രോസസ്സിൽ കണ്ടിന്യൂസ് ആയി ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നിലനിർത്തി തരണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറേയധികം നാളത്തേക്ക് അത് ലാസ്റ്റ് ചെയ്ത് നമുക്ക് ആ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഗോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതേ മോട്ടിവേഷൻ്റെ അടുത്തൊരു ഫീച്ചറായി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ പെർഫോമൻസിനെയും നിങ്ങളുടെ ലേണിങ്ങിനെയും ഈ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കാര്യം പെർഫോം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ എക്സാമിൽ നന്നായി പഠിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. ഈ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലേണിംഗ് പ്രോസസ്സിനെയൊക്കെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ മോട്ടിവേഷന് സാധിക്കുന്നുണ്ട്. എത്ര മണിക്കൂർ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നു, 15 മണിക്കൂറാണോ, അല്ലെങ്കിൽ 10 മണിക്കൂറാണോ, അല്ലെങ്കിൽ 5 മണിക്കൂറാണോ ഒരു ദിവസം നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാകും, അതിൻ്റെ ഇടയിൽ വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ. സോ നമ്മളുടെ പെർഫോമൻസ് എത്രത്തോളം ലെവലിൽ പെർഫോം ചെയ്യണമെന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു ഫീച്ചറാണ് വേരീസ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് എക്രോസ് സിറ്റുവേഷൻസ്. എനിക്കുള്ളൊരു ലെവൽ ഓഫ് മോട്ടിവേഷൻ അല്ല നിങ്ങൾക്കുള്ള ലെവൽ ഓഫ് മോട്ടിവേഷൻ, നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ അല്ല നിങ്ങളുടെ സുഹൃത്തിനുള്ള മോട്ടിവേഷൻ. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലെവൽ ഓഫ് മോട്ടിവേഷൻ ചിലപ്പോൾ ലോ ആയിരിക്കും. നിങ്ങൾ പഠിക്കാൻ വേറെ ഏതെങ്കിലും ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോകുന്നു. അവിടെ എത്തി അവിടെയുള്ള ആളുകൾ അച്ചീവ് ചെയ്ത കാര്യം പറയുമ്പോഴോ, അല്ലെങ്കിൽ ഈ എക്സാമിന് വേണ്ടി പല കാര്യങ്ങൾ എക്സ്റ്റേണലി പറയുന്നത് കേട്ടിട്ടോ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ മോട്ടിവേഷൻ്റെ ലെവൽ മാറി വരും. ഒരു പക്ഷേ നിങ്ങൾ 4 പേരിരുന്ന് സംസാരിക്കുന്ന സമയത്തായിരിക്കാം മറ്റൊരാളുടെ സ്ട്രാറ്റജി കേട്ടിട്ട് നിങ്ങൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആയി കൂടുതൽ സമയം നിങ്ങൾ വർക്ക് ചെയ്തു എന്നിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് എമംഗ് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മോട്ടിവേഷൻ. ഇനി അടുത്തതായിട്ട് അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ അടുത്തതായിട്ട് അറിയണം എന്തൊക്കെ ഈ മോട്ടിവേഷനകത്തുണ്ട്, എന്തൊക്കെയാണ് ഈ മോട്ടിവേഷൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ്റെ കമ്പോണൻസിൽ ആദ്യം അറിയേണ്ട ഒന്നാണ് നീഡ് എന്ന് പറയുന്നത്. നീഡ് അഥവാ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ഡിപ്രീവേഷൻ. നിങ്ങൾക്ക് ഈ സാധനം വേണം, നിങ്ങൾക്കിത് ലാക്ക് ചെയ്യുന്നു. മേ ബി നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഫുഡില്ല, നിങ്ങൾക്ക് കുക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ പഠിച്ച് ടയേർഡായി കിടക്കുകയാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ടയേർഡായിരിക്കുകയാണ്. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടേ നമുക്ക് വർക്കിന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുള്ളൂ. നീഡ്, അവിടെ നിങ്ങൾക്ക് ഭക്ഷണം വേണം, എനർജി വേണം എന്നുള്ളൊരു നീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ഡിപ്രീവേഷൻ ഈസ് നീഡ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഡ്രൈവ്. എന്താണ് നിങ്ങളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഡ്രൈവ് എന്ന് പറയുന്നത്? ഈ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരു പുഷാണ് നിങ്ങളുടെ ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ടുള്ളത്.
ആ ഡ്രൈവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് പോകുന്നതും അവിടുന്ന് വേണ്ട ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് നിങ്ങൾ എടുക്കുന്നതും ആ ഡ്രൈവിൻ്റെ പുറത്താണ്. ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ഒരു ഡ്രൈവിൻ്റെ പുറത്താണ്. ആ ഡ്രൈവാണ് നിങ്ങളെ കൊണ്ടിരുത്തി ഈ ക്ലാസ് കേൾപ്പിക്കുന്നത്. ആ ഡ്രൈവാണ് നിങ്ങളെ കൊണ്ടിരുത്തി സിലബസ് വായിപ്പിക്കുന്നത്, സിലബസിലുള്ള നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡ്രൈവ്. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് ഇൻസെൻറ്റീവ്. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ട വഴിയിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് എന്തോ, ദാറ്റ് ഈസ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. മേ ബി സ്റ്റേബിളായി നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് മണി, ഒരു 60,000 അല്ലെങ്കിൽ ഒരു 50,000 നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയി കിട്ടും എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ആ ഗോളിലേക്ക് പോകാനുള്ള നിങ്ങളുടെ ഇൻസെൻറ്റീവായിട്ട് വരുന്നുണ്ടാകുക. അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹങ്കർ മാറും, നിങ്ങൾക്ക് നല്ല ടേസ്റ്റോടെ ഫുഡ് കഴിക്കാം. ടേസ്റ്റുള്ള ഫുഡ്, ഒരു ചിക്കൻ കറി ആണെങ്കിൽ ആ ചിക്കൻ കറിയാണ് നിങ്ങളുടെ ഇൻസെൻറ്റീവായിട്ട് കിട്ടുക. അറ്റ് ദ എൻഡ് ഓഫ് യുവർ ഗോൾ ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ്. അതേപോലെ മറ്റൊന്നാണ് ഗോൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ നീഡിൻ്റെ എൻഡിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് യുവർ ഗോൾ. നിങ്ങൾ ഈ എക്സാം എന്ന് പറയുന്ന നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിച്ചാൽ നിങ്ങൾ ഈ പരീക്ഷ പാസ്സായി നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ കമ്പണൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ കമ്പണൻറ്റിൽ ഒന്നാമത്തതാണ് നീഡ്, ദാറ്റ് ഈസ് യുവർ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ഡിപ്രിവേഷൻ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെന്ന് ഫീൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് യുവർ നീഡ്. ദാറ്റ് ഈസ് വൺ കമ്പണൻറ്റ് ഇൻ മോട്ടിവേഷൻ. ദ സെക്കൻഡ് തിങ് ഈസ് ഡ്രൈവ്. നിങ്ങളെ എന്താണോ വലിക്കുന്നത്, എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പുഷ് ചെയ്യിക്കുന്നത്, ദാറ്റ് ഈസ് യുവർ ഡ്രൈവ്. തേർഡ് വൺ ഈസ് ഇൻസെൻറ്റീവ്. നിങ്ങൾ ഈ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, ദാറ്റ് ഈസ് ഇൻസെൻറ്റീവ്. ഫോർത്ത് വൺ ഈസ് ഗോൾ. എന്താണോ നിങ്ങളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഏറ്റവും അവസാനം കിട്ടുന്ന എൻഡ് സ്റ്റേറ്റ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എൻഡ് സ്റ്റേറ്റ് എന്താണോ, ദാറ്റ് ഈസ് ഗോൾ എന്ന് പറയുന്നു. ഇതൊക്കെയാണ് മോട്ടിവേഷൻ്റെ കോമ്പണൻസ് എന്ന് ബേസിക്കലി പറയുന്നത്. ഇനി മോട്ടിവേഷനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ നമുക്ക് പറയാനുണ്ട്. ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഇൻട്രൻസിക് മോട്ടിവേഷൻ, രണ്ട് പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളത്. ഇത് രണ്ടിൻ്റെയിലും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. ആ തോന്നലിൻ്റെ പുറത്താണ്, ആ മോട്ടിവേഷൻ്റെ പുറത്താണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഇൻറ്റേർണൽ മോട്ടിവേഷനെ, ഈ ഇൻട്രിൻസിക് മോട്ടിവേഷനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ക്യൂരിയോസിറ്റി, നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് അത്രയും താല്പര്യമുണ്ട് ഈ എക്സാം എഴുതി എടുക്കാനെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് യുവർ ഇൻറ്റേർണൽ മോട്ടിവേഷൻ. ദാറ്റ് ഈസ് ദാറ്റ് വൺ ഫാക്ടർ ദാറ്റ് ലെഡ് യു ടു അച്ചീവ് യുവർ ഗോൾ. ദെൻ ക്യൂരിയോസിറ്റിയാണ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ്, ഒരുപക്ഷെ ഫിസിക്സിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ പറയുകയാണ്, ബൈ ദിസ് പ്രിൻസിപ്പിൾ ISRO ഇന്ന സാധനങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നാസ ഇന്ന സാധനം ഡെവലപ്പ് ചെയ്തു. കെമിസ്ട്രിയിലുള്ള നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, മേ ബി ഇന്ന സാധനം യൂസ് ചെയ്തിട്ടാണ് ഇന്ന കമ്പനി വർക്ക് ചെയ്യുന്നത്, ഇന്ന ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. ബയോളജി ടീച്ചറിന് പറയാം ഹൗ ദിസ് ഹ്യൂമൻ സിസ്റ്റം വർക്ക്സ്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അനിമൽസ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഈ പറയുന്ന ഇൻറ്റേർണൽ മോട്ടിവേഷന് സാധിക്കും. നമ്മൾ വളരെ ക്യൂരിയസ് ആണ്, വാട്ട് ഓൾ ആർ ഇൻ ദിസ് വീഡിയോ. ഒന്നുമില്ല, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലേക്ക് ചുമ്മാ തോണ്ടി സമയം കളയാറില്ലേ? എന്താ അതിൻ്റെ റീസൺ? ദാറ്റ് ക്യൂരിയോസിറ്റി, നമ്മുടെ അകത്തുനിന്ന് വരുന്ന ഒരു ക്യൂരിയോസിറ്റി. ആ റീലിൽ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഷോർട്സിൽ എന്തെങ്കിലും ഉണ്ടാകും, എന്നാൽ അടുത്തതിലും എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. ദാറ്റ് ഈസ് യുവർ ഇൻറ്റേർണൽ മോട്ടിവേഷൻ. ദാറ്റ് ഈസ് ദ ഇൻട്രിൻസിക് ഫാക്ടർ. ലോങ് ടേം ലേണിങ്ങിന്, നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എന്താണ് ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എക്സ്റ്റേണൽ റിവാർഡാണ്, അല്ലെങ്കിൽ ഒരു പ്രഷറാണ്, പുറത്തുനിന്ന് കിട്ടുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി കൂട്ടുകാർ തരുന്നതായിരിക്കും എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ മേ ബി പറയുന്ന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടി, 89% കിട്ടി, അല്ലെങ്കിൽ 95% നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്ന ആ ഗ്രേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സൂപ്പറാണെന്ന് ഞാൻ പറയുന്ന പ്രൈസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പണിഷ്മെൻ്റ് ആയിരിക്കാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എക്സാമിന് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ നിന്ന് തല്ല് കിട്ടുമെന്നറിയാവുന്നത് കൊണ്ട് പോയിരുന്നു പഠിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇറ്റ്സ് ആക്ച്വലി എ മോട്ടിവേഷൻ. പണിഷ്മെൻറ്റ് ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആയിട്ട് വരുന്നുണ്ട്. എവിടെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ തല്ല് കിട്ടുമെന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വരുമ്പോൾ അതൊരു എക്സ്റ്റേണൽ മോട്ടിവേഷനായി, എക്സ്ട്രിൻസിക് മോട്ടിവേഷനായി നിങ്ങളൊരു സെറ്റ് ഓഫ് പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. സോ എക്സ്റ്റേണൽ റിവാർഡിൻ്റെ വേണ്ടി, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു, ദാറ്റ് ഈസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. അതേപോലെ ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ചില ഡ്രൈവിംഗ് ഫാക്ടേഴ്സാണ് മണി. നിങ്ങൾ ഇത്ര സമയം ഈ ക്ലാസ് ഇരുന്ന് കേട്ടാൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് 10,000 രൂപ റിവാർഡ് തരാം. ഓക്കെ, ദെൻ യു ആർ മോട്ടിവേറ്റഡ്, യു ആർ ലേണിംഗ്. നിങ്ങൾ ഈ കേട്ടിട്ട് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 lakh rupees നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡായി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇമ്മീഡിയറ്റ് പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ ദിവസം ഇത്രയും ഇന്ന സാധനം നിങ്ങൾ അച്ചീവ് ചെയ്താൽ
ഈ എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആ ഒരു ബൂസ്റ്റ്, ആ ഒരു ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വെറുതെ ഇരിക്കുന്ന നിങ്ങളാണെങ്കിൽ ചടഞ്ഞു കുത്തിയിരിക്കുന്ന നിങ്ങൾ ചാടി എഴുന്നേൽക്കുന്നു, അവിടുന്ന് പോകുന്നു, ബുക്ക് എടുക്കുന്നു, സിലബസ് എടുക്കുന്നു, നോട്ട് എഴുതി തുടങ്ങുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. യു ആർ സ്റ്റാർട്ടിങ് ദാറ്റ് തിങ് അഗെയിൻ. ദാറ്റ് ഈസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒന്നാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് പ്രൈമറി മോട്ടിവേഷൻ വേഴ്സസ് സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി റിലേറ്റഡ് ടു ബയോളജിക്കൽ. നിങ്ങളുടെ ഇന്നേറ്റായ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള, നിങ്ങളുടെ ബയോളജിക്കലായ ചില നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതാണ് പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും, ഞാനടക്കം നിങ്ങളടക്കം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നേറ്റായ, ബയോളജിക്കലായ ചില നീഡുകളുണ്ട്. ഈ നീഡുകളെ പ്രോപ്പറായി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിച്ചേ മതിയാകൂ. ദാറ്റ് ഈസ് പ്രൈമറി അല്ലെങ്കിൽ ബയോളജിക്കൽ മോട്ടിവേഷൻ എന്ന് പറയും. നമ്മുടെ ഫിസിയോളജിക്കൽ നീഡായ വിശപ്പാകാം, ഉറക്കമാകാം, ദാഹമാകാം, സെക്ഷൽ നീഡ്സ് ആയിരിക്കാം. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് പ്രൈമറി മോട്ടിവേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ മോട്ടിവേഷൻ. നമ്മുടെ ബോഡിയുടെ നീഡിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബയോളജിക്കൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് തിങ് ഈസ് സെക്കൻഡറി മോട്ടിവേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിൽ 1ാം റാങ്ക് കിട്ടി, നിങ്ങളൊരു അച്ചീവറായി, നിങ്ങളൊരു ടോപ്പറായി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു നാട്ടിലെ ഒരു MP ആയി അല്ലെങ്കിൽ ഒരു MLA ആയി നിങ്ങളെ എലക്ട് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടുത്തെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫായി എന്ന് വിചാരിക്കുക. യു ഹാവ് സം സോർട്ട് ഓഫ് പവർ എക്സ്റ്റേണലി സൊസൈറ്റി നിങ്ങൾക്ക് തരുന്നതാണ്. സൊസൈറ്റിയിൽ നിന്നാണ് ഇതിൻ്റെ റിവാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളുടെ ചില സോഷ്യൽ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ നീഡ്. എന്താണ് ഈ സോഷ്യൽ നീഡ്? നിങ്ങൾക്ക് ഒരു ആളുകൾ ബഹുമാനിക്കണം എന്നുണ്ടാകും, അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളോട് വളരെ സ്നേഹം കാണിക്കണം എന്നുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് നേടണമെന്നുണ്ടാകും. അതൊക്കെയാണ് സെക്കൻഡറി മോട്ടിവേഷനിൽ വരിക. അത് നിങ്ങളുടെ സോഷ്യൽ നീഡ്സിനെ, സാമൂഹികപരമായ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒന്നാണ്. സോ പ്രൈമറി നിങ്ങളുടെ ബോഡിയുമായി റിലേറ്റ് ചെയ്താണെങ്കിൽ സെക്കൻഡറി ഈസ് റിലേറ്റഡ് ടു യുവർ സോഷ്യൽ കണക്ഷൻ. ഓക്കെ, ഗുഡ്. ഇനി അടുത്തതായിട്ട് പറയേണ്ട മറ്റൊരു കാര്യമാണ് പോസിറ്റീവ് മോട്ടിവേഷൻ, അതേപോലെ നെഗറ്റീവ് മോട്ടിവേഷൻ. പോസിറ്റീവായിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നെഗറ്റീവായിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഈ പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? പോസിറ്റീവ് മോട്ടിവേഷൻ നമ്മളെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായ പല റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ട്, മേ ബി ഒരു സമ്മാനം കൊടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവനെ പ്രശംസിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാർ മാർക്കുകൾ ഇട്ട് കൊടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാർ ബുക്കിൽ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം, നിങ്ങൾ നല്ലതാണെന്ന് പ്രൈസ് ചെയ്യുന്നത് വഴി അങ്ങനെയൊക്കെ ധാരാളം മോട്ടിവേഷൻ അങ്ങോട്ടേക്ക് റീഇൻഫോഴ്സ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയറിനെ എൻകറേജ് ചെയ്താൽ ദാറ്റ് ഈസ് പോസിറ്റീവ് മോട്ടിവേഷൻ. നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ഗോൾ ഉണ്ടാകും, ഇന്ന കാര്യം ചെയ്യാൻ. കുട്ടി നന്നായി മാത്തമാറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോം കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ മിഠായി വാങ്ങിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന എക്സാം പാസ്സാകുന്ന എല്ലാവർക്കും ഇത്ര രൂപയുടെ ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരം റിവാർഡുകൾ കൊടുത്ത് നിങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യിക്കാൻ, അത്തരത്തിലുള്ള ഒരു ബിഹേവിയറിനെ എൻകറേജ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഈ പോസിറ്റീവ് മോട്ടിവേഷൻ കിട്ടുന്നത് കൊണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്നു എന്ന് കുട്ടി അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കൊരു എന്തോസിയാസം, നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും. യെസ്, ഇതിന് വേണ്ടി പഠിക്കണം, ഇത് ചെയ്യണം, ഇത് കിട്ടും. സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ കുട്ടിക്ക് സൈക്കിൾ വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, പുറത്ത് പോകണം, കുറേയധികം നീഡ്സ് അവൻ്റെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു കോൺഫിഡൻസ്, ഒരു എന്തോസിയാസം ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തതാണ് പോസിറ്റീവായിട്ടുള്ള ചില ഹാബിറ്റുകളെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എഫക്റ്റീവാണ്. വളരെ ലോങ് റണ്ണിലേക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പോസിറ്റീവ് ഹാബിറ്റുകളെ ബിൽഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുട്ടി പ്രോപ്പറായിട്ട് ഇനി മുതൽ പഠിക്കണം, അല്ലെങ്കിൽ കൃത്യമായി ക്ലാസ്സിൽ വരണം എന്ന് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ നൽകുന്നുണ്ടാകും, അല്ലെങ്കിൽ ഞാനൊരു ക്യാഷ് അവാർഡ് നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫിയറുള്ള ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസസ് വരും, നെഗറ്റീവായ ഒരു കോൺസിക്വൻസസ് വരും. ഇതിൻ്റെ പരിണിത ഫലം ദോഷമായിരിക്കുമെന്നതിൻ്റെ പേരിൽ ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ നമ്മൾ കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ കാണിക്കാതെ ഇരിക്കുന്നു. ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കാതിരിക്കുന്നു ഇൻ ദ സെൻസ് എക്സാമിന് തോൽക്കുക എന്നുള്ളതായിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഒരു ശീലമെന്നുണ്ടെങ്കിൽ, തോൽക്കാതെ, ആ ശീലം കാണിക്കാതെ ജയിക്കുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് മോട്ടിവേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്.
അപ്പം തോറ്റു കഴിഞ്ഞാൽ തല്ല് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എക്സ്പെൽ ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവനോട് മിണ്ടില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, പഠിക്കാൻ തുടങ്ങുന്നു. ആ മോട്ടിവേഷൻ്റെ പേരിൽ ആ കുട്ടിയെ എക്സാം പാസ്സാകുന്നു. സോ ഈ പറയുന്ന അവോയ്ഡൻസ് ബിഹേവിയറിൻ്റെ ബേസിൽ ഈ പറയുന്ന നെഗറ്റീവ് മോട്ടിവേഷൻ റൺ ചെയ്യുന്നു. ഓക്കെ, ഈ പറയുന്ന നെഗറ്റീവ് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ പഠിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ചില അമ്മമാരൊക്കെ വടിയെടുത്ത് കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. ഇപ്പം തല്ലും. കുട്ടി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് വേർഡ്സ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഡീഷൻ ടേബിളോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു കുറച്ച് നേരത്തേക്ക് കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കും. പക്ഷേ കുട്ടിയുടെ പേടി തല്ല് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ റിയലി പഠിക്കണമെന്നുള്ളതിനപ്പുറത്തേക്ക് തല്ല് എസ്കേപ്പ് ആകണം എന്നുള്ളതാണ് കുട്ടി തിങ്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. രണ്ടിലും വെച്ച് കമ്പയർ ചെയ്താൽ ഒരെണ്ണം ഫിയർ ഇൻഡ്യൂസ് ചെയ്തിട്ട് സ്ട്രെസ്ഡ് ആക്കിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന എങ്ങനെയൊക്കെയോ പഠിക്കുന്നു. പക്ഷേ ഇപ്പറേ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് മോട്ടിവേഷനെ കൊടുക്കുന്നെങ്കിൽ അവൻ ഇൻറ്റേർണൽ നീഡ് കൊണ്ടാണ് പഠിക്കുന്നത്. നെഗറ്റീവ് മോട്ടിവേഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാ. നമ്മൾ ഭയം കൊണ്ട്, ആ പേടി കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി പഠിക്കുന്നത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. പക്ഷേ കുട്ടി എന്തായിരിക്കും, ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. ഇത് നമുക്ക് ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? കുട്ടിയെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നിടം തൊട്ട് നമ്മൾ വടിവായിട്ടിരുന്നാണ് പഠിക്ക്. 1-ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷയ്ക്ക്, ഓണപ്പരീക്ഷയ്ക്ക് ഒരു പക്ഷേ കുട്ടി പഠിച്ച് പാസ്സായി എന്നിരിക്കും അല്ലേ. പരമാവധി നിങ്ങൾ ആ 1-ാം ക്ലാസ് തന്നെ എങ്ങനെയും കടത്തി വിട്ടെന്നിരിക്കും. ഇതേപോലെ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ വടിയെടുത്ത് തല്ലുമെന്ന് പറഞ്ഞിരിക്കാൻ പേരൻസിനോ പഠിപ്പിക്കാൻ നിങ്ങൾക്കോ സമയം ഉണ്ടാകുമോ? നിർബന്ധമില്ല. ഒരിക്കലും ഒരു ഐഡിയലായ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് നെഗറ്റീവ് മോട്ടിവേഷനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പേടിയാണ് വരുന്നത്. അയ്യോ എക്സാം പൊട്ടുമോ. എക്സാം പൊട്ടാതിരിക്കാൻ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുകയാണ്, മാക്സിമം സമയം ഇരുന്ന് പഠിക്കുകയാണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയർ ചെയ്യണം, ബട്ട് കോൺസിക്വൻസസിൻ്റെ പേരിലാണ്, കോൺസിക്വൻസസ് നെഗറ്റീവ് ആകുമെന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഗോൾ നേടിയെടുക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത്. ഇനി മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയിലെ എല്ലാ കൺസെപ്റ്റുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, കുറേയധികം തിയറീസ് ഈ മോട്ടിവേഷനും വരുന്നുണ്ട്. മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ചില തിയറികൾ, അതിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ, അതിൻ്റെ ഒരു കോർ ഐഡിയ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ഒരിക്കലും അതിന് ഉത്തരം കൊടുക്കാതെ നമ്മളാകരുത്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിയണം മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തിയറി ആര് പ്രപ്പോസ് ചെയ്തതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത്. ഞാനിവിടെ ഒരുപാട് സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഒരു 5 തിയറിയെ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ 2 തിയറീസ് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പുറകെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമ്മളെ അധികം അഫക്റ്റ് ചെയ്യാതെ നമുക്ക് ആ പ്രോപ്പർ മാർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്, ആദ്യം ഞാനൊരു കോളത്തിൽ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതാര് പ്രപ്പോസ് ചെയ്തു എന്നും അതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്താണെന്നും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞ ഹള്ള് കൊണ്ടുവന്ന ഒരു തിയറിയാണ്. ഡ്രൈവ് റിഡക്ഷൻ, അതിൽ നിന്ന് തന്നെയുണ്ട്. നമുക്കൊരു ഡ്രൈവ് ഉണ്ട്, എന്താണ് ഡ്രൈവ് എന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ അതെങ്ങനെ റിഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. അതായത് ഈ പറയുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയർ നമ്മുടെ ബയോളജിക്കൽ ഡ്രൈവിനെ റിഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വിശക്കുന്നു, അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുന്നു. ആ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ബയോളജിക്കൽ ഡ്രൈവായ വിശപ്പിനെ കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് ഹള്ള് പ്രപ്പോസ് ചെയ്ത ഡ്രൈവ് റിഡക്ഷൻ തിയറി. ഡ്രൈവാണ് നിങ്ങളെ കൊണ്ട് ആ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയർ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത്. അത് നിങ്ങളുടെ സെക്ഷൽ നീഡായിരിക്കാം, തേഴ്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ട എന്തെങ്കിലും നീഡായിരിക്കാം. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഡ്രൈവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ബയോളജിക്കൽ ഡ്രൈവിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആ ബിഹേവിയറാണ് മോട്ടിവേഷൻ എന്നാണ് ഹള്ള് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് അബ്രഹാം മാസ്ലോവിൻ്റെ ഹയറാർക്കി ഓഫ് നീഡാണ്. അതെന്താണെന്ന് ഞാൻ തൊട്ടുപുറകെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. എന്താണ് അബ്രഹാം മാസ്ലോ പറഞ്ഞിരിക്കുന്ന ഹയറാർക്കി ഓഫ് നീഡ്? ഹയറാർക്കിയാണ്. ഓരോ ലെവൽ ഓരോ ലെവലിലും ഓരോ സെറ്റ് ഓഫ് സാധനങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മേളിലേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ഹയറാർക്കി ഓഫ് നീഡ്. മൂന്നാമത്തതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എന്ന് പറയുന്നത്. ഡെസി ആൻഡ് റയാൻ കൊണ്ടുവന്നിട്ടുള്ള സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഓട്ടോണോമി, നമ്മളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ്, നമ്മളുടെ ഒരു കോമ്പീറ്റൻസ്, നമ്മളുടെ ആ ഒരു റിലേറ്റഡ്നെസ്, ഇവയൊക്കെ നമ്മുടെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനെ എൻഹാൻസ് ചെയ്യിക്കും എന്നാണ് പറയുന്നത്.
സോ നമ്മുടെ ആ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒന്നാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എന്ന് പറയുന്നത്. സോ ഓട്ടോണോമി, കോമ്പീറ്റൻസ്, റിലേറ്റഡ്നെസ്, ഇതൊക്കെ നമ്മുടെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, ഇൻട്രൻസിക് മോട്ടിവേഷനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഫാക്ടേഴ്സാണ് നമ്മളുടെ ആ ഒരു ഡിറ്റർമിനേഷനെയൊക്കെ ഡിറ്റർമിൻ ചെയ്ത് നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് ഡെസി ആൻഡ് റയാൻ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ മറ്റൊരു തിയറിയാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. മക്ലിലാൻഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. ഈ തിയറിയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. മനുഷ്യർ ബേസിക്കലി ചില നീഡുകൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും ആ നീഡുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെന്നും അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുമൊക്കെയാണ് മക്ലിലാൻഡ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തതായിട്ടുള്ളതാണ് എറൗസൽ തിയറി. എർക്കിസ് ഡോട്ട്സൺ കൊണ്ടുവന്ന, എർക്കിസ് ഡോട്ട്സൺ എന്ന് പറയുന്ന 2 സൈക്കോളജിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് എറൗസൽ തിയറി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കണമെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് എറൗസൽ, ഒരു ഒപ്റ്റിമം എറൗസൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് എറൗസൽ വളരെ ലോ ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളെ കൊണ്ട് ഒരു പെർട്ടിക്കുലർ കാര്യം, ഈ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നെവർ, ഒരിക്കലും പറ്റില്ല. സോ ഒപ്റ്റിമലായ ഒരു എറൗസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാക്സിമം രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നതാണ് എറൗസൽ തിയറി എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും ഈ 5 തിയറിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരിക്കുന്നത്. ഹള്ളിൻ്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറി പറഞ്ഞു, അബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ് പറഞ്ഞു. അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനകത്ത് ഓരോ ഹൈറാർക്കിയിലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, അവിടുന്ന് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തതായിട്ട് മറ്റൊന്നാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി. ഡെസി ആൻഡ് റയാൻ കൊണ്ടുവന്നൊരു തിയറിയാണ്. ഇതിൻ്റെ അടുത്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, മക്ലിലാൻഡ് കൊണ്ടുവന്ന തിയറിയാണ്. അത് നമ്മൾ കൃത്യമായി ഇൻ ഡീറ്റെയിൽ ആയി പഠിക്കും. പിന്നെ മറ്റൊന്നാണ് എർക്കിസ് ഡോട്ട്സൺ കൊണ്ടുവന്നിരിക്കുന്ന എറൗസൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ കൃത്യമായി നമുക്ക് കണ്ടന്റ് എന്താണ്, എൻ്റെ ഐഡിയ എന്താണെന്ന് അറിഞ്ഞാൽ കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ 2 പേരുടെ തിയറി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആളാണ് അബ്രഹാം മാസ്ലോവിൻ്റെ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മാസ്ലോവിനെ സംബന്ധിച്ചിടത്തോളം മാസ്ലോ ചെയ്തത് നമ്മളുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ നീഡുകളെ ഹയറാർക്കിയുടെ അടിസ്ഥാനത്തിൽ ഒരു ട്രയാങ്കിളിൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാക്കി ഹയറാർക്കിയായി ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള, വളരെ ഫിസിയോളജിക്കലായിട്ടുള്ള ബേസിക് നീഡുകൾ തൊട്ട് ഏറ്റവും ഹയറിൽ സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തത്തക്ക രീതിയിൽ ഡിഫറെൻറ്റ് ഹയറാർക്കിയായി ലെവലാക്കി വെച്ചിരിക്കുന്നു ആര്? അബ്രഹാം മാസ്ലോ. അപ്പോൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് എന്നാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്നത്. അപ്പോൾ അബ്രഹാം മാസ്ലോവിനെ സംബന്ധിച്ചിടത്തോളം മാസ്ലോവിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യേണ്ടത് ഹൈറാർക്കി ഓഫ് നീഡ് എന്താണെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഓരോ നീഡും, നമ്മൾ നേരത്തെ ഡ്രൈവ് റിഡക്ഷനിൽ നമ്മൾ ബയോളജിക്കൽ ഡ്രൈവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് എങ്കിൽ ആ ബയോളജിക്കൽ ഡ്രൈവ് മുതൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു മനുഷ്യൻ അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ എല്ലാം അച്ചീവ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റായ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു 70-80 വയസ്സൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കടന്നുപോയി എല്ലാത്തിൻ്റെയും ഒരു ഉത്തുംഗ ശൃംഗത്തിലൊക്കെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേജ് വരെയുള്ള നീഡുകളെ ക്ലാസിഫൈ ചെയ്ത് അദ്ദേഹം അടുക്കി അറേഞ്ച് ചെയ്ത് ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ മാസ്ലോവിനെ സംബന്ധിച്ചിടത്തോളം മാസ്ലോ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലെവലും നിങ്ങൾ ഈ ലെവൽ 1 നിന്നും ലെവൽ 2 ലെവൽ 1, 2 ഒന്നും അവിടെ ഇല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഓരോ ലെവലും സാറ്റിസ്ഫൈ ചെയ്താലാണ് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ നീഡ്, നിങ്ങളുടെ ഫിസിയോളജിക്കലായ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സേഫ്റ്റി നീഡായിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന് ഫിസിയോളജിക്കൽ നീഡാണ് നിങ്ങൾക്ക് ഭക്ഷണം, വെള്ളം എന്നുള്ളത്. സേഫ്റ്റി നീഡാണ് നിങ്ങൾക്ക് പ്രോപ്പറായി ഒരു വീട് ഉണ്ടാകുക എന്നുള്ളത്. ആദ്യം ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടല്ലേ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുള്ളൂ. കഴിക്കാനില്ലാത്തവൻ എങ്കിൽ വീട്ടിൽ എങ്ങനെ താമസിക്കാനായിട്ട് സാധിക്കും? സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് സാധിക്കുമോ? ആ ഒരാൾക്ക് പോയി സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന നീഡിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് ഓരോ നീഡുകളും സാറ്റിസ്ഫൈ ചെയ്ത് വേണം മേലേക്ക് കയറി പോകാൻ. ഓക്കെ, സോ മാസ്ലോ പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ നീഡുകളെയൊക്കെ അതിൻ്റെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഫുൾഫിൽ ചെയ്യാനുള്ള ഡിസയറാണ് നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് മാസ്ലോ പറഞ്ഞിരിക്കുന്നത്.
സോ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ നീഡുകളെ സിസ്റ്റമാറ്റിക് ആയ ഓർഡറിൽ ഫുൾഫിൽ ചെയ്യാനുള്ള ഡിസയർ ആണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മാസ്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ലെവൽ എന്താണ്, ഓരോ ലെവൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തൊട്ട് പറയുന്നത് തന്നെ എന്ത് ചെയ്യാം, പറഞ്ഞു വരുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഏറ്റവും താഴെ ഫിസിയോളജിക്കൽ നീഡ്. ഈ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിലേ നമുക്ക് അടുത്തതായിട്ട് സേഫ്റ്റി നീഡ് കിട്ടുള്ളൂ. ഈ സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യിച്ചെങ്കിൽ അടുത്ത ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ് കംപ്ലീറ്റ് ചെയ്യെങ്കിലേ നമുക്ക് എസ്റ്റീം നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ എസ്റ്റീമും നമ്മൾ അക്കമ്പനി ചെയ്തെങ്കിലേ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡ്രീമിലേക്ക്, ആ ഒരു നീഡിലേക്ക് നമുക്ക് എന്താൻ പറ്റുള്ളൂ, എത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ട നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായി ഭക്ഷണം കിട്ടുക, വെള്ളം കിട്ടുക, റെസ്റ്റ് കിട്ടുക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കിട്ടണം. ഫിസിയോളജിക്കലി ഈ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ. രണ്ടാമത്തെ ലെവലിൽ വരുന്നു സേഫ്റ്റി നീഡ്. നിങ്ങൾക്ക് സുഖമായി താമസിക്കാൻ ഒരു വീടുണ്ടായിരിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. സെക്യൂരിറ്റി നീഡാണ് രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത്. ഈ ഒരു വീട്, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടി, നിങ്ങളതിൽ ഓക്കെയാണ്, നിങ്ങളുടെ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആയി, നിങ്ങൾക്ക് പാർപ്പിടാൻ ഉണ്ട്, നിങ്ങൾക്ക് താമസിക്കാൻ ഒരു കൃത്യമായ പാർപ്പിടം ഉണ്ടെങ്കിൽ അടുത്ത നിങ്ങളുടെ നീഡ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ള നീഡാണ് ബിലോങ്ങിങ് ആൻഡ് ലവ് നീഡ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ, നിങ്ങളെ സ്നേഹിക്കപ്പെടാൻ ഒരാളുണ്ടാകണം. നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട ലെവലിലേക്ക് നിങ്ങൾ കയറുകയാണ്. നിങ്ങൾക്കൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കാം, സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടായിരിക്കാം. സോ ആ ഒരു നീഡിലാണ് അടുത്തതായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്നത്. ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിലാണ് നമുക്ക് അടുത്തതായിട്ട് പാർപ്പിടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ആ നീഡും സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമുക്ക് കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടാകണം എന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. അതിൻ്റെയും മേലെയാണ് അടുത്ത എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ, ചില അക്കംപ്ലിഷ്മെൻറ്റ്, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഈ പരീക്ഷ പാസ്സാകുന്നു, നിങ്ങളുടെ എസ്റ്റീം, നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് നിലയും വിലയുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾ എത്തുന്നു. യു ആർ എ ടീച്ചർ അല്ലെങ്കിൽ ഐ എം എ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു എസ്റ്റീം നീഡുകളൊക്കെ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട്. ഇതൊക്കെ കാലങ്ങളോളം നമ്മൾ ഇരുന്നിരുന്ന ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോഴേക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു നീഡിലേക്ക് എത്തും. ഒരു മനുഷ്യൻ്റെ എല്ലാവിധമായിട്ടുള്ള ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റ് സ്റ്റേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒരാൾ അയാളുടെ മുഴുവൻ പൊട്ടൻഷ്യലും അച്ചീവ് ചെയ്യുന്ന, എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിലും ഇടപെടാൻ കഴിയുന്ന, എല്ലാത്തിൻ്റെയും ടോപ്പിൽ നിൽക്കുന്ന ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ നീഡ് തൊട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലെ സെൽഫ് ആക്ച്വലൈസേഷൻ വരെ ഓരോ ലെവലും കടന്ന് വേണം മുന്നിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ഇതാണ് അബ്രഹാം മാസ്ലോ പറഞ്ഞ ഹൈറാർക്കി ഓഫ് നീഡ് എന്ന് പറയുന്നത്. ഈ ഹൈറാർക്കി ഓഫ് നീഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. പരീക്ഷയ്ക്ക് ഇതിൽ ഓരോന്നിനെയും സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മേ ബി സേഫ്റ്റി നീഡിൽ ബിലോങ്ങിങ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കാം, എസ്റ്റീം നീഡിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും താഴെ കിടക്കുന്ന ഫസ്റ്റും സെക്കൻഡുമായ ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് ബേസിക് നീഡ്സ് ആണ്. ബേസിക്കലി നമുക്ക് ആ നീഡുകൾ വേണം. ദെൻ പറയുന്ന എസ്റ്റീം നീഡും അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അതൊരു ഫിസിയോളജിക്കൽ നീഡിനപ്പുറത്തേക്ക് അതൊരു സൈക്കോളജിക്കലായ ഒരു നീഡാണ്, അല്ലേ? നിങ്ങൾ അംഗീകരിക്കപ്പെടണം, നിങ്ങൾ സ്നേഹിക്കപ്പെടണം എന്നൊക്കെയുള്ളതൊരു പ്യൂർലി സൈക്കോളജിക്കലായ ഒരു നീഡാണ്. അതിനുശേഷമാണ് നിങ്ങൾ ഏറ്റവും മുകളിലേക്ക് എത്തുക സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡുകൾ. നിങ്ങൾക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ഇങ്ങനെയാണ് അബ്രഹാം മാസ്ലോ ഓഫ് മോട്ടിവേഷനെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫിസിയോളജിക്കൽ നീഡ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആ നീഡിൽ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ സേഫ്റ്റി നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സെൽഫ് ആക്ച്വലൈസേഷൻ വരെ എത്തിക്കാനും നമ്മൾക്ക് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് അറിയേണ്ട മറ്റൊരാളാണ് ഞാനിവിടെ പറഞ്ഞ രണ്ടാമത്തെ തിയറിയാണ് മക്ലീലാൻഡ്. നാലാമത്തെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി എന്ന് പറഞ്ഞു. അപ്പോൾ മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തതാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. മക്ലീലാൻഡ് കൊണ്ടുവന്ന അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്ലീലാൻഡിൻ്റെ തിയറി ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നീഡ് തിയറി എന്നൊക്കെ പറയും. ഓക്കെ, മക്ലീലാൻഡ് പറയുന്നത് നമ്മളുടെ മോട്ടിവേഷനെ ഡ്രൈവ് ചെയ്യുന്നത് 3 തരത്തിലുള്ള നീഡുകളാണ് എന്നാണ്. 3 നീഡുകളുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു ട്രെയിനിങ്ങിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നീഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, മക്ലീലാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡ്രൈവ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നീഡ് അല്ലെങ്കിൽ ഈ ഒരു മോട്ടിവേഷൻ എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യർ
അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ചില നേട്ടങ്ങൾ നമ്മൾ നേടുന്ന ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ഒരു പശ്ചാത്തലത്തിലൊക്കെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഇതിലേത് നീഡാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. നിങ്ങൾക്ക് വേണ്ടത് ഒരു നീഡ് ഓഫ് അച്ചീവ്മെൻ്റ് ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പല 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 കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യാനായിട്ട് പോവുക ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ ആദ്യത്തെ അച്ചീവ്മെൻറ്റ് സ്കൂളിൽ നിങ്ങൾ ടോപ്പർ ആകുന്നു. വീണ്ടും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് നീഡുള്ള ആളാണെങ്കിൽ പിന്നെ നിങ്ങൾ 12th നിങ്ങൾ ടോപ്പർ ആകുന്നു. 12ൽ മുഴുവൻ മാർക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ 99.9% മാർക്ക് വാങ്ങുന്നു. പിന്നീട് മേ ബി അടുത്ത അച്ചീവ്മെൻറ്റ് അടുത്ത ഒരു ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രിയിലെ റാങ്ക് ഹോൾഡർ ആകുന്നു. 1ാം റാങ്ക് തന്നെ വേണം, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആയേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോകുന്നു, പോസ്റ്റ് ഗ്രാജുവേഷനിൽ 1ാം റാങ്ക് ആയേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ കേറ്ററ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, 1ാമത് എത്തിയേ പറ്റൂ. അച്ചീവ്മെൻറ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കും. രണ്ടാമതാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. അധികാരങ്ങൾ ഇങ്ങനെ കിട്ടിയിരിക്കണം. നിങ്ങൾ ആദ്യം ക്ലാസ് ലീഡർ ആയിട്ടുണ്ടായേക്കാം സ്കൂളിൽ. അതിനുശേഷം നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ സ്കൂൾ ലീഡർ ആകാനാണ്. സ്കൂൾ ലീഡർ ആയതിനു ശേഷം നിങ്ങളുടെ മോട്ടിവേഷൻ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും അവിടുത്തെ യൂണിയൻ ചെയർമാൻ ആകാനായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് സിൻഡിക്കേറ്റ് മെമ്പർ ആകാൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ലീഡർ ആകാനായിരിക്കും നിങ്ങളുടെ ഒരു ത്വര. പിന്നീട് നിങ്ങൾ ജോലിയിലേക്ക് കയറുമ്പോൾ അവിടെയും ലീഡർ ആകാനുള്ള പവർ എങ്ങനെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്ത് ആ പവറാണ് നിങ്ങളെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ പവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ഒരു പക്ഷേ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, ഹീസ് ഗോട്ട് സം സോർട്ട് ഓഫ് പവർ. ദെൻ അതിനുശേഷം ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആകുന്നു. അങ്ങനെ SP വരെയുള്ള റാങ്കിലേക്ക് അയാൾ എത്താനായിട്ട് നോക്കുന്നു. ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി സിവിൽ സർവീസ് വഴി ഈ പറയുന്ന ASP ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് DGP വരെ പോകാവുന്ന ലെവലിലേക്ക് ഉയർന്നു. നിങ്ങളുടെ എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? പവറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രാക്കിലൂടെ നിങ്ങൾ പോകാനായിട്ട് നോക്കും. ഇനി അതല്ല, നീഡ് ഫോർ അഫിലിയേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എങ്കിൽ, ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പല പരിപാടികളും കാണിക്കാൻ നോക്കും. അവരുടെ സ്നേഹം എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു പറ്റുക എന്നുള്ളത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. രണ്ടാമതായിട്ട് വീട് കഴിയുമ്പോൾ ക്ലാസ്സിലേക്ക് കുട്ടി എത്തിക്കഴിയുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കയ്യിലാക്കാനുള്ള ചില പൊടിക്കൈകളും തന്ത്രങ്ങളും ഒക്കെ ഇറക്കി അവിടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കഥാപാത്രമായിട്ട് മാറാനായിട്ട് ശ്രമിക്കും. അങ്ങനെ നീഡാണ്, അഫിലിയേഷനാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ലെവലിൽ ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയൊക്കെയുള്ള ആളുകളിൽ നിന്ന് ആ ഒരു അംഗീകാരം, ആ ഒരു അഫിലിയേഷൻ പലതരത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മക്ലീലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഈ മോട്ടീവ്സ് എന്നൊക്കെ പറയുന്നത് ഇന്നേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അകത്ത് തന്നെയുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന്, നിങ്ങളുടെ ലേണിങ്ങിൽ നിന്ന് നിങ്ങൾ അക്വയർ ചെയ്തെടുക്കുന്നത് എന്നാണ് മക്ലീലാൻഡ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മോട്ടിവേഷൻ എന്തല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ, വളരെ ചെറുപ്പം തൊട്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളുടെ റിസൾട്ടിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നത് എന്നാണ് മക്ലീലാൻഡ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇനി ഈ മക്ലീലാൻഡ് തന്നെയാണ് പ്രധാനമായിട്ടും 3 നീഡിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ളത്. ഈ 3 നീഡ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിപ്പോൾ കഴിഞ്ഞിരുന്നു. ഒന്നാമത്തേതാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ NAC എന്ന് നമ്മൾ പറയും. രണ്ടാമത്തേതാണ് നീഡ് ഫോർ അഫിലിയേഷൻ, NAF എന്ന് നമ്മൾ പറയും. മൂന്നാമത്തേതാണ് നീഡ് ഫോർ പവർ, NPOW എന്ന് നമ്മൾ പറയും. NAC ആണെങ്കിലും NAF ആണെങ്കിലും NPOW ആണെങ്കിലും ഈ നീഡുകളാണ് നിങ്ങളെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിലേതാണോ നിങ്ങൾ ബിലോങ്ങിങ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ളൊരു സെറ്റ് ഓഫ് ബിഹേവിയർ ആയിരിക്കും നിങ്ങളിൽ നിന്നോ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. ഇനി നീഡ്സ് ഒക്കെ ലേൺ ചെയ്തെടുക്കുന്നതാണ്, അതൊരിക്കലും ബയോളജിക്കൽ അല്ല എന്നാണ് മക്ലീലാൻഡ് പറയുന്നത്. സോ എല്ലാവർക്കും ഈ പറയുന്ന നീഡ് ഫോർ NACും NAFും NPOWും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുണ്ടെങ്കിലും ഓരോ ആളുകളിലും ഈ 3 സാധനങ്ങൾ, NAC ആണെങ്കിലും NAF ആണെങ്കിലും NPOW ആണെങ്കിലും ഒരേപോലെ ആയിരിക്കില്ല. ഡിഫറെൻറ്റ് നീഡിലായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും ഡോമിനൻ്റ് എന്ന് പറയുന്നത്. മേ ബി ഞാൻ NPOWലായിരിക്കും ഡോമിനൻ്റ് ആയിട്ടുണ്ടാകുക, പക്ഷേ എൻ്റെ ഈ പറയുന്ന NAF ആണെങ്കിലും NAC ആണെങ്കിലും എന്നെക്കാൾ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി അത് കുറവായിരിക്കും. സോ ഈ പെർട്ടിക്കുലർ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ബിഹേവിയർ ഏതാണോ, NAF ആണ് ഡോമിനൻ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുക അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയർ ആയിരിക്കും എന്നാണ് മക്ലീലാൻഡ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് മോട്ടിവേഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് NAC എന്നുള്ളത്, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ
എപ്പോഴും ഇങ്ങനെ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കണം എന്നൊരു ഡ്രൈവ് വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടാകും, ചുറ്റുപാടും ഉണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ നോക്കിയിട്ടുണ്ടാകും, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിൽ ടോപ്പറാകുന്നു, ക്ലാസ്സിൽ ടോപ്പറാകുന്നു, SSLCക്ക് ടോപ്പറാകുന്നു, +2 ടോപ്പറാകുന്നു, ഗ്രാജുവേഷനിൽ റാങ്ക് ഹോൾഡർ, PGയിൽ റാങ്ക് ഹോൾഡർ, അങ്ങനെ അവർക്ക് ഈ പറയുന്ന സക്സസ്സുകൾ ഇങ്ങനെ കിട്ടിയിരിക്കണം. അതാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. ഡ്രൈവ് ടു എക്സൽ, അച്ചീവ് ഗോൾ ആൻഡ് സീക്ക് സക്സസ് ആണ് NAC അല്ലെങ്കിൽ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് കൂടെയുള്ള ആൾക്കാരെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ആണ് ഹയർ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയും പിടിക്കത്തില്ല, ഭയങ്കര ടഫായിട്ടുള്ള ഒരു പരിപാടിയും പിടിക്കത്തില്ല. ഒരു മിഡിൽ ലെവൽ പരിപാടിയെ പുള്ളിക്കാരൻ അവരെപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളൂ, പിടിക്കാൻ ചാൻസ് ഉള്ളൂ. ഭയങ്കര ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പരിപാടിക്കൊന്നും ചിലപ്പോൾ പോയി തലവെച്ച് കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇനി അവർ പ്രോപ്പറായിട്ട് അവരൊരു ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടേയിരിക്കും. കൃത്യമായി ഒരു ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എൻ്റെ ഫീഡ്ബാക്ക് എടുക്കും. ടീച്ചറോട് ചോദിക്കും, എന്താ പറ്റി ടീച്ചറെ മാർക്ക് തരാഞ്ഞേ, അല്ലെങ്കിൽ എനിക്ക് എന്താ മാർക്ക് കിട്ടാഞ്ഞേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു റെഗുലർ ഫീഡ്ബാക്ക് അവരെടുക്കുന്നുണ്ടാകും അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ട്. സോ ഔട്ട്കംസിന് വേണ്ടിയിട്ട് അവരവരുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയും ഈ പറയുന്ന ഹൈ അച്ചീവ്മെൻറ്റ് ഇൻഡിവിജ്വൽസ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന NAC അല്ലെന്നുണ്ടെങ്കിൽ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ചെയ്യാറുള്ള പരിപാടി തട്ടിക്കൂട്ട് ഉടായ്പ പരിപാടികളൊക്കെ ഇവരുടെ കയ്യിലുണ്ടാകും. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയായിരിക്കും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, സോ ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പരിപാടി ഫെയിലിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചാലഞ്ചുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പെർസിസ്റ്റൻ്റ് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ജയിച്ചാൽ ജയിച്ചില്ല ആ ഒരു സ്കീമിലായിരിക്കും ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കുറവുള്ളവർ വന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടെ സിമ്പിളായിട്ട് പരിപാടികൾ ചെയ്ത് പോകാനായിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. ഓക്കെ, ഇനി ലെസ് പെർസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു, ചാലഞ്ച് അവർ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലാസ് ടോപ്പ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന കുട്ടികൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അവർക്ക് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ക്ലാസ്സിൽ ടോപ്പർ വരെയൊക്കെ ഒരു ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ പറയുന്ന എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലോ ആക്കിലുള്ളവരല്ല, ഹൈ ആക്കിലുള്ളവരാണ്. സോ അവർ ഈ പറഞ്ഞ ക്ലാസ് ടോപ്പർ ആകാനും ഒക്കെ എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്ന മറ്റൊന്നാണ് നീഡ് ഫോർ അഫിലിയേഷൻ അല്ലെങ്കിൽ NAF എന്ന് പറയുന്നത്. ഈ NAFിൽ എന്താണ്, നീഡ് ഫോർ അഫിലിയേഷൻ എന്താണെന്നുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെവിടെ ബിലോങ്ങിങ് ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ബാക്കിയുള്ള ആളുകൾ അവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ മോട്ടിവേറ്റഡ് ആകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാനായിട്ട് പറ്റും, ഒരക്ഷരം പഠിക്കില്ലെങ്കിൽ എന്താ മുഴുവൻ അവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ക്ലാസ്സിലുള്ളത്. അല്ലെങ്കിൽ സ്കൂള് മുഴുവൻ നടന്ന് മുഴുവൻ കുട്ടികളെയും പരിചയപ്പെടുക, അല്ലെങ്കിൽ എല്ലാവരോടും കമ്പനി അടിച്ച് നടക്കുന്ന ഒരു കൂട്ടുകാരി നമുക്കും ഉണ്ടാകാം, നമ്മുടെ ക്ലാസ്സിലും ഉണ്ടാകാം. മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിലുള്ള ആ കുട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്ന നീഡാണ് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം. സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പും അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ അവർ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്കെപ്പോഴും വേറൊരാളെക്കാൾ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവരോടും ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ നോക്കും. അതേപോലെ അവർക്കൊരു ഹാർമണി കാര്യങ്ങളൊക്കെ വേണം താനും. സോ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്നാണ്, മറ്റുള്ളവരുടെ ഫീലിങ്സ് കണ്ടാൽ അവർക്ക് പെട്ടെന്ന് കണ്ണ് നിറയുന്ന, വളരെ സെൻസിറ്റീവാണ്. മേ ബി നമ്മുടെ ആ ക്ലാസ്സിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് വയ്യാതെ വന്നാൽ ആദ്യം ചാടി മുന്നിലേക്ക് എത്തുക ഈ പറയുന്ന നീഡ് ഫോർ അഫിലിയേഷൻ കൂടുതലുള്ള കുട്ടികളായിരിക്കും. അവരെ പൊക്കിയെടുക്കാനും വീട്ടിൽ കൊണ്ടുപോകാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ തിടുക്കമാണ് അവർ കാണിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് പറയരുത്, ഇതിനൊക്കെ വലിയ ഉത്സാഹം 4 അക്ഷരം 10 അക്ഷരം പഠിക്കില്ല അല്ലെങ്കിൽ 2 അക്ഷരം പഠിക്കാൻ അവനെ കൊണ്ടാകില്ല. ബിക്കോസ് അങ്ങനെ പറയുന്നത് നമുക്ക് പ്രോപ്പർലി സൈക്കോളജി അറിയാത്തതുകൊണ്ടാണ്. സൈക്കോളജി അറിയാവുന്ന നിങ്ങൾ പറയേണ്ടത്, ഗുഡ്, ഈ കുട്ടി അവൻ്റെ മോട്ടിവേഷൻ നീഡ് ഫോർ അഫിലിയേഷനിലാണ്, അതുകൊണ്ടാണ് അവൻ ഈ സെറ്റ് ഓഫ് ബിഹേവിയർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ടു ദ ലീസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണം അത്രയായിരിക്കണം, മോർ ദാൻ ക്ലിയറിങ് ഗെറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ കുട്ടിയെ കുറ്റപ്പെടുത്താതെ ഏതൊരു കുട്ടിയാണെങ്കിലും അവൻ ചെയ്യുന്ന ബിഹേവിയർ എന്താണെന്ന് ഈ ലെവൽ ഓഫ് മോട്ടിവേഷൻ അനുസരിച്ച് മക്ലിലാൻഡ് കൊണ്ടുവന്ന മോട്ടിവേഷൻ അനുസരിച്ചിട്ട് സിംപിളി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്തതാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്ന മറ്റൊരു കാര്യം. നീഡ് ഫോർ പവറിലുള്ള കുട്ടികളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുമുണ്ട്. എല്ലായിടത്തും അവർക്ക് റോൾ കളിക്കണം, എല്ലായിടത്തും അവർക്ക് മെയിൻ ആകണം. അവരവിടുത്തെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, മറ്റുള്ളവരുടെ ലൈഫിലൊക്കെ ഇമ്പാക്റ്റ് ആകുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നു.
അപ്പോൾ സൊസൈറ്റിയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്ന ടൈപ്പ് ഓഫ് പവറുള്ള അത്തരത്തിലുള്ള നീഡ് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഈ പവർ നീഡ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തതാണ് പേഴ്സണൽ പവർ. നമുക്കൊരു പേഴ്സണലായിട്ടുള്ള ഒരു പവർ കിട്ടിക്കൊണ്ടിരിക്കണം, നമുക്കൊരു പേഴ്സണൽ കൺട്രോൾ കാര്യങ്ങളുടെ മേലിൽ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതാണ് പേഴ്സണൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മേ ബി നമ്മൾ വളരെ ഡോമിനേറ്റിംഗ് ആയ, വളരെ അതോറിറ്റേറിയൻ ആയ ഒരു റോളൊക്കെ കാണിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികളുടെ മേൽ ഒരാൾ ക്ലാസ്സിലെ മെയിൻ റോൾ കളിക്കാൻ അല്ലെങ്കിൽ അധികാര പൊസിഷൻസിലേക്കൊക്കെ എത്തി ബാക്കിയുള്ള കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്കൊക്കെ മാറ്റി എടുക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, അവരുടെ നീഡ് ഫോർ പവറാണ് അവർക്ക് ഹയർ ആയിട്ടുള്ളത് എന്ന്. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ പവർ എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പവർ ഉപയോഗിച്ച് ആ ഓർഗനൈസേഷനെ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ലീഡ് ചെയ്യുന്ന ലീഡർഷിപ്പ് സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവർക്കൊരു സോഷ്യൽ പവർ ഉണ്ട്. നമ്മുടെ പൊളിറ്റീഷ്യൻസിനെയൊക്കെ നോക്കിയാൽ മതിയാകും. അവർ മിനിസ്റ്റേഴ്സ് ആകുന്നു, MLA ആകുന്നു, MP ആകുന്നു, ലൈക്ക് ആ ഒരു സ്റ്റേറ്റിനെ, ആ ഒരു കൺട്രിയൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളായിട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഈ നീഡ് ഫോർ പവർ ഹൈ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും വളരെ ഇൻഫ്ലുവൻസിങ് ആയ തീരുമാനമെടുക്കുന്ന, മേ ബി നമ്മുടെ സിവിൽ സർവൻറ്റ് ഉദ്യോഗസ്ഥരെ പോലെയൊക്കെയുള്ള ഇൻഫ്ലുവൻസിങ് ഡിസിഷൻസ് എടുക്കുന്ന ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരെപ്പോഴും അവർക്ക് ആ ഒരു സ്റ്റാറ്റസ്, അവരുടെ ഒരു അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ കുട്ടികൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇവർ ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് മോട്ടിവേഷൻ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും അവരുടെ ഒരു സറൗണ്ടിങ്ങിൽ നിന്നും അവർ അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് അവർ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. നമ്മളുടെ ഈ ഒരു പഠനം പ്രോസസ്സിൽ എന്തിനാണ് മോട്ടിവേഷൻ, ഞാൻ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആ മോട്ടിവേഷൻ എന്ന് തുടക്കത്തിൽ തന്നെ. എന്തിനാണ് മോട്ടിവേഷൻ വേണ്ടത്? നമുക്കൊരു പഠനം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നിർബന്ധമായിട്ട് കൊണ്ടേ പറ്റൂ. ഓക്കെ, കുട്ടികളെ കൊണ്ട് പല ടാസ്കുകളും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആയ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പല ടാസ്കുകളും കൊടുത്ത് അവനെ കൊണ്ട് ഈ ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ ആണെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ പെർട്ടിക്കുലർ ഗോളുകൾ നേടിയെടുക്കാൻ, അവരുടെ ചില ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ അവരെ സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളെയും അവരെയും പോലെ പെർസിസ്റ്റൻ്റായി ഒരു ലക്ഷ്യത്തിന് വേണ്ടി എഫേർട്ട് ഇടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നോ അതേപോലത്തെ ഡിഫിക്കൽട്ടീസ് ആ കുട്ടികളും എവിടെന്നെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാകും. സോ അതിനെയൊക്കെ ഓവർകം ചെയ്ത് അവരുടെ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനും മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ അക്കാഡമിക്കലി മികച്ച അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാനും മോട്ടിവേഷൻ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയർ അവർക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയറിനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കണമെന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പല ടൈപ്പ് ഓഫ് പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കേണ്ടി വരും. മേ ബി അത് സർട്ടിഫിക്കറ്റ് ആയിട്ടായിരിക്കാം, അവാർഡായിട്ടായിരിക്കാം, പ്രശംസയായിട്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മോട്ടിവേഷൻ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മോട്ടിവേഷൻ എന്താണ് എന്ന് പറഞ്ഞു, മോട്ടിവേഷൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, മോട്ടിവേഷൻ്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു, തിയറീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സിലബസിൽ പറഞ്ഞിരിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ കൺസെപ്റ്റുകളെ പറ്റി നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പറഞ്ഞു, മക്ലീലാൻഡിൻ്റെ നീഡ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്നും കൂടി ആ പെർട്ടിക്കുലർ പോർഷൻ കണ്ടു നോക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്നിരുന്ന് പഠിച്ച് പ്രോപ്പറായിട്ട് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് എക്സാമിന് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.